എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മാർപ്പാപ്പയുടെ പ്രതിനിധി പേപ്പൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് മാർ സിറിൽ വാസൽ പിതാവിന്റെ സ്ലോവാക്യ ഭാഷയിലുള്ള അഭിമുഖത്തിന്റെ കൃത്യമായ വിവർത്തനമാണ് ഇനി പറയാൻ പോകുന്നത്. ഒരു വർഷം മുമ്പ് ഇന്ത്യയിലെ സീറോ മലബാർ സഭയിലെ കത്തോലിക്കർക്ക്, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രത്യേക അധികാരമുള്ള പേപ്പൽ ഡെലിഗേറ്റായി ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചു. കാലക്രമേണ ഈ നിയമനത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ഈ ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെയായിരുന്നു. 2023 വസന്തകാലത്ത് റോം സന്ദർശന വേളയിൽ സീറോ മലബാർ സഭയുടെ സ്ഥിരം സുനകദോസ് പരിശുദ്ധ പിതാവിന് ഒരു പ്രത്യേക പ്രതിനിധിയെ നിയമിക്കുന്നതിനുള്ള അഭ്യർത്ഥന സമർപ്പിച്ചു. പൗരസ്ത്യ സഭകൾ ഈ സഭയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തന്റെ മുൻ അനുഭവം കണക്കിലെടുത്ത് തന്റെ പേര് നിർദ്ദേശിച്ചു. ഈ നിയമനം നടത്തുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ തീർച്ചയായും പൗരസ്ത്യ സഭകൾക്കായുള്ള കോൺഗ്രിഗേഷൻ സെക്രട്ടറി എന്ന നിലയിലുള്ള തന്റെ മുൻ ജോലികൾ കണക്കിലെടുത്തിരുന്നു. എന്നിരുന്നാലും പേപ്പൽ ഡെലിഗേറ്റിന്റെ സ്ഥാനം തനിക്ക് ധാർമ്മിക അധികാരം മാത്രമേ നൽകുന്നുള്ളൂ. സീറോ മലബാർ സഭയ്ക്കുള്ളിൽ ഭരണപരമായ പ്രവർത്തനങ്ങൾ നടത്താൻ തന്നെ അനുവദിക്കുന്നില്ല. ഇവ പ്രാദേശിക സഭാ അധികാരികളുടെ അധികാരത്തിൽ തുടരുന്നു. അതായത് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മേജർ ആർച്ച് ബിഷപ്പ്, ഒടുവിൽ സീറോ മലബാർ സഭയിലെ ബിഷപ്പുമാരുടെ സിനഡ്. ഇതാണ് ആ അധികാര ശ്രേണി. എന്നിരുന്നാലും ഇപ്പോൾ നടക്കുന്ന പ്രതിസന്ധി ഒരു രൂപതയുടെ തലത്തിലുള്ള നിസ്സാരമായ ആരാധനാക്രമ തർക്കമല്ല, മറിച്ച് മുഴുവൻ സഭയെയും സംബന്ധിക്കുന്ന വിഷയമാണെന്ന് ഈ അതിരൂപതയുടെ ഫോറത്തിൽ വ്യക്തമായി അവതരിപ്പിക്കുക എന്നതായിരുന്നു തന്റെ ചുമതല. ആരാധനാപരമായ ഐക്യം വ്യക്തിയുടെ ആന്തരിക ഐക്യം പ്രകടിപ്പിക്കുന്നു. സ്വയം അധികാര സഭയുടെ ഐക്യം ആരാധനാക്രമപരമായ ഐക്യത്തിലൂടെ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുടെ ഏകീകൃത രീതിയിലുള്ള അർപ്പണത്തിലൂടെ പ്രകടിപ്പിക്കപ്പെടുന്നു. തിരിച്ചും അങ്ങനെ തന്നെ. അതിനാൽ ഏകീകൃത ബലിയർപ്പണ രീതി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മറ്റ് 34 രൂപതകളിലെയും പോലെ നടപ്പിലാക്കുന്നതിന് ബിഷപ്പുമാരുടെ സിനഡ്, മേജർ ആർച്ച് ബിഷപ്പ്, ലോക്കൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്നിവരുടെ സഭാപരമായ അധികാരം നിറവേറ്റിക്കൊണ്ട് പരിശുദ്ധ സിംഹാസനത്തിന്റെ സഹായത്തോടെ ബന്ധപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളതും, അതേസമയം പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയും തേടുകയായിരുന്നു തന്റെ പ്രധാന ഉത്തരവാദിത്തം. കഴിഞ്ഞ ഓഗസ്റ്റിൽ തന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ അവസാനത്തിൽ ബിഷപ്പുമാരുടെ സിനഡ് സ്ഥിതിഗതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അത് പ്രിസ്ബിറ്റേറിയുമായി സംഭാഷണത്തിനായി ഒരു ബിഷപ്പ് കമ്മീഷനെ നിയമിക്കുന്നതിലൂടെ സഹായിക്കും എന്നാണ് വിചാരിച്ചത്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രിസ്ബിറ്റേറിയയുടെ ഏറ്റുമുട്ടലും കർക്കശമായ നിലപാടും കാരണം അതിരൂപതയിൽ ഏകീകൃത ആരാധനാക്രമ മാനദണ്ഡങ്ങൾ അംഗീകരിക്കുന്നതിൽ ഈ കമ്മീഷൻ വ്യക്തമായ പുരോഗതി കൈവരിച്ചില്ല. കഴിഞ്ഞ വർഷം അവസാനം മേജർ ആർച്ച് ബിഷപ്പിന്റെയും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെയും അവർ സമർപ്പിച്ചതും ദീർഘകാലമായി നൽകപ്പെട്ടതുമായ രാജി സ്വീകരിക്കാൻ പരിശുദ്ധ പിതാവ് തീരുമാനിച്ചു. ചിലർ ഇതൊരു അനുരഞ്ജന നടപടിയായും പുരോഹിതരുടെ ഭാഗത്തെ തുറന്ന കലാപത്തിന് പ്രേരിപ്പിച്ച അവരോടുള്ള എറണാകുളം അതിരൂപതാ വൈദികരുടെ വ്യക്തിപരമായ വിദ്വേഷം നീക്കം ചെയ്യാനുള്ള ശ്രമമായും വ്യാഖ്യാനിച്ചിരിക്കാം. തുടരും.